നമസ്കാരം. പ്രിയ SK മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ലോകപ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം. ലോകത്ത് വച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭക്തർ ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം. ഒരു ദിവസം തന്നെ 1,00,000-ൽ പരം ഭക്തർ ദർശനം നടത്തുന്ന മഹാക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ 7 മലയാൻ എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം ലോകത്തിൽ വച്ച് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണിത്. മഹാവിഷ്ണുവാണ് ഇവിടെ വെങ്കടാചലപതിയായി ഭക്തർക്ക് ദർശനം നടത്തുന്നത്. ഈ മനുഷ്യ ജന്മത്തിൽ ഈ ക്ഷേത്രത്തിലെത്തി ദർശന പുണ്യം ലഭിച്ചാൽ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊണ്ടുവരും. സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല, തൊഴിൽ അഭിവൃദ്ധി കൈവരിക്കും. വിവാഹ ഭാഗ്യം ചിലർക്ക് ഈ ക്ഷേത്ര ദർശനം വഴി സാധിക്കുന്നതാണ്. ജന്മാന്തര പുണ്യം തന്നെയാണ് ഈ ക്ഷേത്ര ദർശനം. ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ധനികരായിരിക്കും. അതാണ് എല്ലാവരുടെയും വിശ്വാസം. അത്രയ്ക്കും ധനസമ്പത്തും സകല സൗഭാഗ്യങ്ങളും കൈവരിക്കുന്ന ഒരു ക്ഷേത്ര ദർശനമാണ് തിരുപ്പതി ഏഴുമലയാൻ ക്ഷേത്ര ദർശനം. ഈ ക്ഷേത്ര ദർശനം നടത്തി പണക്കിഴി കെട്ടി സമർപ്പിക്കുന്നവർക്ക് അവരുടെ സമ്പത്തിൻ്റെ 10 മടങ്ങ് വർദ്ധിക്കുന്നതായി ചിലർ പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം, ഈ ക്ഷേത്രത്തിൽ ചില നക്ഷത്ര ജാതകർ ദർശനം നടത്തി കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നില പിന്നോട്ട് വരും എന്നാണ് പറയുന്നത്. അങ്ങനെ സാമ്പത്തിക നില പിന്നോട്ട് വരാനുള്ള സാധ്യതയില്ല. അത് ചില നക്ഷത്ര ജാതകരുടെ സമയദോഷം കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. മിക്കവാറും ഈ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് അവരുടെ സാമ്പത്തിക മേന്മ കൈവരിച്ചതായിട്ടാണ് നാം കാണുന്നത്. ഈ നക്ഷത്ര ജാതകർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അവർക്ക് അവരുടെ സാമ്പത്തിക നില കുറയും, അല്ലെങ്കിൽ ഈ നക്ഷത്ര ജാതകർ ഈ ക്ഷേത്ര ദർശനം നടത്തിക്കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക നില ഉയരും എന്ന് ഏതൊരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. ആ ക്ഷേത്രത്തിൽ തന്നെ അങ്ങനെ എഴുതി വച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിൽ, ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് തന്നെ ഭക്തർക്ക് വേണ്ടിയുള്ളതാണ്. ഭക്തരുടെ ആശ്രയം ഭഗവാനിലാണ്. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ജീവിത ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ നമുക്ക് സാധിക്കുന്നത് ഈശ്വര ദർശനങ്ങളാണ്. അങ്ങനെയുള്ള പുണ്യ ക്ഷേത്രമായിട്ടുള്ള തിരുപ്പതി ഏഴുമല വെങ്കടാചലപതിയെ ദർശിക്കാൻ എല്ലാ നക്ഷത്ര ജാതകർക്കും സാധിക്കുന്നതാണ്. ഒരിക്കലും ഒരു നക്ഷത്ര ജാതകർക്കും അല്ലെങ്കിൽ ഒരു രാശിക്കാർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നില്ല. എല്ലാത്തരം ആൾക്കാർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള ഭാഗ്യം കൈവരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ നിത്യേന പൂജകൾ 6 പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി നടന്നു വരുന്നത്. വെളുപ്പിന് 2:30 മണി മുതലാണ് ആദ്യ പൂജകൾ ആരംഭിക്കുന്നത്. തുടർന്ന് 6 പൂജകൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി നടന്നു വരുന്നു. ഈ ക്ഷേത്രത്തിലെ സുപ്രഭാതം കേൾക്കുന്നത് മഹാഭാഗ്യമാണ്. അതിരാവിലെ ക്ഷേത്ര ദർശനം നടത്തി ഈ സുപ്രഭാതം കേൾക്കുന്ന ഒരു ഭാഗ്യം ലഭിക്കുന്ന ഭക്തന് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ സുപ്രഭാതം നാം വീട്ടിലിരുന്ന് കേൾക്കുന്നതും വളരെ പുണ്യമാണ്. ഈ ക്ഷേത്രത്തിലെത്തി ഭക്തർ ധനം കിഴികെട്ടി സമർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങൾ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാറുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കുന്നവർക്ക് അതിൻ്റെ 10 മടങ്ങാണ് അവർക്ക്
തിരികെ ഭഗവാൻ നൽകുന്നത്. ഈ ക്ഷേത്ര ദർശനം കൊണ്ട് എത്രയോ പേർ ധനികരായിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യത്തിനായി ധാരാളം ഭക്തർ ഇവിടെ മുടി കാണിക്ക സമർപ്പിക്കാറുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ തരത്തിലുള്ള ഭക്തരും ഇവിടെ മുടി കാണിക്ക നൽകി അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി മുടി കാണിക്ക സമർപ്പിക്കുന്നവർക്ക് സകലവിധ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരുന്നതായിട്ടാണ് ഭക്തരുടെ വിശ്വാസം. അടുത്ത പ്രധാനമായി ഭക്തർ ഇവിടെ ശനി ദോഷ ശാന്തിക്കായി, ശനി ദോഷത്താൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തി അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതായിട്ട് ഭക്തർ പറയുന്നു. ശനിദോഷ പരിഹാരാർത്ഥം ഈ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഏഴിരാണ്ട ശനി, കണ്ടകശനി, അതുപോലെ തന്നെ അഷ്ടമ ശനി, ഈ കാലങ്ങളിൽ ദോഷ ശാന്തിക്കായി ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പുണ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ എല്ലാ നിവേദ്യങ്ങളും സമർപ്പിക്കുന്നത് മൺപാത്രത്തിലാണ്. മൺപാത്രത്തിൽ സമർപ്പിക്കുവാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കുറച്ചകലെയായി ഭീമൻ എന്ന ഒരു കുശവൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും മണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപം ഉണ്ടാക്കി വഴിപാട് നടത്തി പൂജകൾ ചെയ്തു വന്നു. സാധുവായ അദ്ദേഹം മൺപാത്രത്തിലാണ് ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കുന്നത്. ഇങ്ങനെ നിവേദ്യങ്ങൾ അർപ്പിച്ചു വന്ന സാധുവായ ആ ഭക്തന്റെ ഭക്തിയിൽ ഒരു ദിവസം ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ആ മൺപാത്രത്തിലെ നിവേദ്യം ഭഗവാൻ സ്വീകരിച്ചു. അതിനുശേഷം ഇന്നുവരെയും തിരുപ്പതി ക്ഷേത്രത്തിൽ മൺപാത്രത്തിലാണ് നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ 6 പൂജകളാണ് നിത്യം നടക്കുന്നത്. വെളുപ്പിലെ 2:30 മുതൽ ആദ്യ പൂജ ആരംഭിക്കുന്നു. ആദ്യത്തെ പ്രത്യുഷ പൂജയിൽ പ്രധാനമായി സുപ്രഭാത പൂജ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാലുള്ള പൂജ എന്ന് പറയുന്നത് ഉഷപൂജയാണ്. പ്രാതകാല പൂജ എന്നാണ് പറയുന്നത്. മധ്യാഹ്നത്തിൽ ഉള്ള പൂജ, അത് കഴിഞ്ഞാൽ സൂര്യാസ്തമയം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായുള്ള പൂജയാണ് അപരാഗ്ന പൂജ. അത് കഴിഞ്ഞ് പ്രദോഷകാല സന്ധ്യാകാല പൂജ, അത്താഴ പൂജ തുടങ്ങിയ 6 പൂജകൾ നിത്യേന ഇവിടെ നടന്നു വരുന്നു. ഈ ക്ഷേത്രത്തിലെത്തി പ്രധാനമായി ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ഓം നമോ വെങ്കടേശായ. ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നവർക്ക് സകലവിധ സൗഭാഗ്യങ്ങളും അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്നതായിട്ടാണ് ഭക്തർ പറയുന്നത്. ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത് നിങ്ങളുടെ ഏതൊരു വലിയ ആഗ്രഹവും സഫലമാകുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതം സർവ്വവിധ വിജയം കൈവരിക്കും. നിങ്ങളേവർക്കും തിരുപ്പതി വെങ്കടാചലപതിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.